കുറച്ച് കാട്ടുപൂക്കളുടെ ഭംഗി ആസ്വദിച്ചാലോ? നമ്മുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ കാണുന്ന കാട്ടുപൂക്കളൊക്കെയാണ് എനിക്ക് തോന്നുന്ന ഓരോ കൗതുകങ്ങളും കമൻട്രികളും ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിറച്ചും പൂത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ പൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള മെലസ്റ്റോമയുടെ പൂവായിട്ട് റിസംബ്ലൻസ് തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തത് ഡെവലപ്പ് ചെയ്തതായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. ഇതൊരു മിനിയേച്ചർ വേർഷൻ ഓഫ് ചെമ്പരത്തി ആ ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും പൊക്കമുള്ളൊരു കുറ്റിച്ചെടിയാണ്. പക്ഷെ നിറച്ചും ഇങ്ങനെ കടുക് പോലെ പൂവിങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ. കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടോ? ഈ ചെടി കാണാത്തവർക്ക് കുറവായിരിക്കും. ഇതിൻ്റെ കായ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ തിരുമ്മി കഴിയുമ്പോഴത്തേനും ബ്ലഡാവും. എന്നിട്ട് ബ്ലഡായി എന്ന് പറഞ്ഞ് പറ്റിക്കാനൊക്കെ കൊള്ളാം. ചെയ്തിട്ടുള്ളവരായിരിക്കും എല്ലാവരും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് രക്തനെല്ലി എന്നാണ്. അപ്പം ഇത് അല്ല ഇതിൻ്റെ പേരെങ്കിൽ, ഇതിൻ്റെ പേര് ഇതല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടും ഇപ്പോഴും ഇടയ്ക്ക് കാണുമ്പോൾ ഒരു ക്രൈസ്നെസ്സാണ് ഈ സാധനം ഇങ്ങനെയൊന്ന് പൊട്ടിക്കാനായിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പൊട്ടിച്ചിട്ട് വലിയ ബ്ലഡിൻ്റെ ഒരു എഫക്റ്റ് വന്നില്ല കേട്ടോ. നന്നായിട്ട് പഴുത്തതായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല. എന്നാലും ഇതിനകത്തെ ആ കായൊക്കെ കാണുമ്പോൾ എന്തോ ഒരു റിസംബ്ലൻസ് ടു മറ്റേ മഞ്ചാടിക്കുരു അങ്ങനെ തോന്നാറുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഒരു കോളാമ്പിച്ചെടിയുടെ പോലത്തെ സ്ട്രക്ചറുള്ളൊരു വലിയ ഒരു കാട്ടുചെടിയുടെ പൂവാണ്. മഞ്ഞക്കോളാമ്പിയുടെയൊക്കെ ഒരു വയലറ്റ് വേർഷൻ പോലെ തോന്നുന്നു കണ്ടിട്ട്. പക്ഷേ ഈ പൂവിനൊക്കെ ഒടുക്കത്തെ സൗന്ദര്യമാണ് കേട്ടോ. കാട്ടുപൂവാണേലും എന്നാ മുടിഞ്ഞ ഗ്ലാമറല്ലേ. ചില സമയത്ത് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നാടൻ അത്തപ്പൂക്കളെ ഇടുമ്പം ഈ പൂക്കളൊക്കെ പറിക്കാത്തവരൊന്നും ആരും ഇല്ലയെന്ന് തോന്നും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്ത് ഓണത്തിൻ്റെ സമയത്തൊന്നും ഇവറ്റകളെ കണ്ടു കിട്ടാൻ പോലും ഇല്ലയെന്ന് തോന്നും. അല്ലാത്ത സമയത്തൊക്കെയാണ് ഇഷ്ടം പോലെ ഇതുപോലെ ഉണ്ട്. അപ്പം ഇതും അടിപൊളിയായിട്ടൊരു പൂവാണ്. പിന്നെ ഈ ഒരു കളറ് പൂ ഒരു ഇലയാണ്, മറ്റേ ചുമന്ന ചീരയൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിൽ വിചാരിക്കുമായിരുന്നു കേട്ടോ. അതിലുണ്ടാകുന്ന ഇങ്ങനെ ഒരു വെള്ള കളറ് പൂ. ഈ പൂവാണെങ്കിലും ഒരു പ്രത്യേകത, പറിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൂവിൻ്റെ ഒരു എഫക്റ്റാണ്, പെട്ടെന്ന് ഉണങ്ങത്തില്ല. ഞാനീ പറഞ്ഞാൽ പൂക്കളൊക്കെ ഇടുന്ന സമയത്ത് കുറേ കിട്ടി അടിപൊളിയാണ്. ഞാൻ പണ്ട് പൊട്ടത്തരത്തിൻ്റെ ചീരയൊക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിനെ കാണുമ്പോൾ എനിക്കെന്താ സൂര്യാന്തയുടെ ഒരു മിനിയേച്ചർ വേർഷൻ ഒക്കെ പോലെ തോന്നും. പക്ഷേ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, കാരണം നടുക്കത്തെ ആ സംഭവം കട്ടിക്കില്ല. പക്ഷേ എന്നാലും കൊള്ളാം. ഇതും അത്തപ്പൂക്കളത്തിന് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശംഖുപുഷ്പം ആണെന്ന് തോന്നത്തില്ലേ? പക്ഷേ ഇത് ശംഖുപുഷ്പമല്ല കേട്ടോ. ഇതിൻ്റെ വൈറ്റും ഈ ഒരു വയലറ്റ് പർപ്പിൾ കളറും ഉണ്ട്. ശംഖുപുഷ്പത്തിന് കുറച്ചുകൂടെ ഒരു കടും നീല കളറാണ്. ഇത് കാട്ടുപയറിൻ്റെ പൂവാണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റും കണ്ടോ ആ ഒരു പർപ്പിൾ വയലറ്റ് കളറും വളരെ ഇഷ്ടം പോലെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പണ്ട് ശംഖുപുഷ്പം എന്നൊക്കെ തോന്നും. ഇത് അരിപ്പൂ. ഇത് ഇപ്പോൾ ഭയങ്കര കുറവാണ് കാണുന്നത്. പണ്ടൊക്കെ മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തപ്പൂക്കളത്തിലെ മെയിൻ ആശാൻ ഇവനായിരുന്നു. ആദ്യം ഈ അരിപ്പൂ ആയിരിക്കും പറിക്കുന്നതും കൂടുതൽ വെക്കുന്നതെന്ന്. ഇത് പെരിങ്ങലം. ഇതിൻ്റെ നല്ല വൈറ്റായിട്ടുള്ള അടിപൊളി പൂവാണ്. ഇതും പണ്ടൊക്കെ പൂക്കളത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടതാണ്. ഇതിൻ്റെ റെഡും ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇതൊരു സൈസ് ഈ ചെറിയൊരു പാലൊക്കെ വരുന്ന ഒരു കറയുള്ള ചെടിയുടെ പൂവാണ്. ഇവനില്ലാതെ എന്താ ആഘോഷം, നമ്മുടെ എവർഗ്രീൻ തൊട്ടവാടി. പക്ഷേ പൂ ഭയങ്കര ഭംഗിയല്ലേ. എനിക്ക് തോന്നുന്ന വാടാമുല്ലയുടെ ഒരു പച്ച ആളാണ് ഇതെന്നാണ് എനിക്കെപ്പോഴും ഈ പൂ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ വാടാമുല്ലയെപ്പോലെ അല്ല കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്കെന്തോ ഈ പൂവിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. വാടാമല്ല മറ്റേ വയലറ്റ് കളറ്, ആ ഒരു വാടാമല്ലി കളറിൻ്റെ ഗ്രീൻ കളറ്. ഈ പൂ ഭയങ്കര പ്രശസ്തമാണ്. മറ്റേ ചെമ്പരത്തിയുടെ ഒരു ടൈപ്പ് ഓഫ് വേർഷനാണ്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ നടുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവും. കുങ്കുമത്തിൻ്റെ പൊട്ടിൻ്റെ ആ ഒരു ഇച്ചിരി ഡീപ്പ് കളറാണ്. ഇത് മുള്ളാണ് കേട്ടോ ഈ ചെടിയുടെ ബാക്കി പോർഷൻസ്. ആ പൂ പറിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മുള്ളിൻ്റെ എഫക്റ്റ് വരും. മമ്മിയൊക്കെ പണ്ടിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ സ്കൂളിൽ പോകുമ്പോൾ ഈ പൂ ഇങ്ങനെ പറിച്ചിട്ട്, അന്നത്തെ കാലത്ത് മഷിപ്പേനയാണല്ലോ ഹീറോ പേനയുടെ, ആ മഷിപ്പേനയുടെ ആ ഒരു ക്യാപ്പിന് ഇച്ചിരി ഒരു പോയിൻ്റ് ഉണ്ടാവും. അപ്പം അത് വെച്ചിട്ട് ആ ഒരു ചുമന്ന ഭാഗത്ത് ഇവരിങ്ങനെ ആ പേനയുടെ അടപ്പ് അമർത്തുമ്പം ഒരു വലിയ വട്ടപ്പൊട്ടിൻ്റെ ആകൃതി കിട്ടും. അതിങ്ങനെ തൊട്ടുകൊണ്ട് സ്കൂളിൽ പോകുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കയറി കിടക്കുന്നതുകൊണ്ട് അടിപൊളിയല്ലേ. വെറുതെ ഒരു കാട്ടുകളിയുടെ പൂവാണ് കേട്ടോ. പക്ഷെ നിറച്ചും ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് എങ്ങനെയാണ് പൂക്കാൻ സാധിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. വല്ല വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇവറ്റകളൊന്നും പൂക്കത്തില്ല ഇത്ര ആത്മാർത്ഥമായിട്ടാണ് പൂവിൽ. അപ്പം വീണ്ടും ഒരു വട്ട് വീഡിയോ പിന്നെ കാണാം.